ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ ആദ്യമായിട്ട് കയറുന്നവർ, ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യണേ. അപ്പോൾ ഈ സ്റ്റോറിയിലോട്ട് പോകാം. അതിന് മുമ്പ് എൻ്റെ സ്റ്റോറി എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലോട്ട് പോകാനേ അങ്ങനെ 10ാമത്തെ ശിശുവായ മധുമാലയുടെ കഥയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. വിക്രമാദിത്യ രാജാവിൻ്റെ മഹത്വത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥകൾ ദിവസവും ഒരു പുതിയ പ്രതിമവുമായി കെട്ടി രാജപൂജ സ്തംഭിച്ചു പോയി. പക്ഷെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള പ്രലോഭനം തടയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മറുവശത്ത് ഉജ്ജയിനിയിലെ ജനങ്ങൾ തങ്ങളുടെ മുൻ രാജാവായ വിക്രമാദിത്യൻ്റെ സിംഹാസനത്തിൻ്റെ പ്രതിമകളിൽ നിന്ന് ത്യജിച്ചതിൻ്റെ കഥകൾ കേൾക്കാൻ എല്ലാ ദിവസവും വലിയ തോതിൽ ഒത്തുകൂടാൻ തുടങ്ങുകയും ചെയ്തു. 9ാം ദിവസം ഭോജരാജാവ് സിംഹാസനത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ മധുമാലതി എന്ന വിദ്യാർത്ഥി ഉണക്കമുണർന്ന് പറഞ്ഞു, കാത്തിരിക്കൂ രാജന്. വിക്രം രാജാവിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാമോ? ഇല്ലെങ്കിൽ വിക്രമാദിത്യ രാജാവ് പറയുന്നതിൻ്റെ കഥ കേൾക്കാം. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് രാജ്യത്തിൻ്റെയും പ്രജകളുടെയും സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി ഒരു വലിയ യാഗം തന്നെ സംഘടിപ്പിച്ചു. യാഗം ദിവസങ്ങളോളം തുടർന്നു. ഒരു ദിവസം രാജാവ് മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഒരു മഹർഷി അവിടെ വന്നു. രാജാവ് അവരെ കണ്ടതും പക്ഷേ എന്നും ഉപേക്ഷിച്ച് എഴുന്നേൽക്കാൻ കഴിഞ്ഞതേയില്ല. അവർ മുനിയെ മനസ്സിൽ വന്ദിച്ചു നമസ്കരിച്ചു. ഋഷിയും രാജാവിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവനെ അനുഗ്രഹിച്ചു. യജ്ഞത്തിൽ നിന്ന് എഴുന്നേറ്റ രാജാവ് മഹർഷിയോട് വന്നതിൻ്റെ ഉദ്ദേശം ചോദിച്ചു. നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയുള്ള വനത്തിൽ ഒരു മുൻ ഗുരുകുലം നടത്തുന്നുണ്ടെന്ന് രാജാവിന് അറിയാമായിരുന്നു. അവിടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നു. യജ്ഞത്തിൻ്റെയും പുണ്യ അവസരത്തിൽ രാജാവിന് ഒരു അസൗകര്യം നൽകില്ലെന്ന് മുനി മറുപടി നൽകി. 8 മുതൽ 12 വരെ 6 വയസ്സുള്ള വരെയുള്ള കുട്ടികളെയാണ്. ജീവിതത്തെക്കുറിച്ചൊരു ചോദ്യവുമില്ല. രാജാവ് അവനോട് എല്ലാം വിശദമായി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ആശ്രമത്തിലേക്ക് ഉണങ്ങിയ മരം ശേഖരിക്കാൻ ചില കുട്ടികൾ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നുണ്ട്, മഹർഷി പറഞ്ഞു. അപ്പോൾ തന്നെ 2 ഭൂതങ്ങൾ വന്ന് അവരെ പിടികൂടി ഉയർന്ന കുന്നിലേക്ക് കൊണ്ടുപോയി. മുനി അവനെ കാണാതെ വന്നപ്പോൾ അവനെ അന്വേഷിച്ച് കാട്ടിൽ വിശ്രമമില്ലാതെ അലയാൻ തുടങ്ങി. അപ്പോൾ മലമുകളിൽ നിന്ന് ഒരു ഗർജനം കേട്ടു. അത് തീർച്ചയായും അവരുടെ ഇടയിൽ ഒരു ഭൂതത്തിൻ്റെ ശബ്ദം ആയിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ ജീവന് പകരം കാളിമാതാവിൻ്റെ മുന്നിൽ ബലിയർപ്പിക്കുന്ന ഒരു പുരുഷനെയാണ് തനിക്ക് ആവശ്യമെന്ന് അസുരൻ പറഞ്ഞു. ത്യാഗത്തിനായി മുനി സ്വയം കീഴടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം യോജിച്ചു. മുനികൾക്ക് പ്രായമെന്നും ഇത്രയും ദുർബലമായ വൃദ്ധൻ്റെ ത്യാഗത്തിൽ കാളിമാതാവിന് തൃപ്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാളിമാതാവിൻ്റെ യാഗത്തിന് വളരെ ആരോഗ്യമുള്ള ഒരു ക്ഷത്രിയൻ ആവശ്യമാണ്. ആരെങ്കിലും ചതിയിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ ആ കുട്ടികളെ മോചിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടികളെ മലയിൽ നിന്ന് ഉരുട്ടിക്കൊല്ലുമെന്ന് അസുരന്മാർ പറഞ്ഞു. വിക്രമാദിത്യൻ രാജാവിൽ നിന്ന് കണ്ടില്ല എന്നതാണ് മുനിയുടെ വിഷമം. അവൻ ഉടൻ തയ്യാറായി മഹർഷിയോട് പറഞ്ഞു, നീ എന്നെ ആ കുന്നിലേക്ക് കൊണ്ടുപോകണം. യാഗത്തിനായി കളിയുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ അവതരിപ്പിക്കാം. ഞാൻ ആരോഗ്യവാനാണ്. ക്ഷത്രിയനും അസുരന്മാർക്ക് എതിർപ്പവും ഉണ്ടാകില്ല. മഹർഷി അത് കേട്ടപ്പോൾ അന്താളിച്ചു പോയി. ലക്ഷ്യങ്ങൾ ആഘോഷിക്കാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ വിക്രം തൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തിയതേയില്ല. രാജാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ രാജ്യത്തിലെ പ്രജകൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ രാജാവ് തൻ്റെ ജീവൻ നൽകിയെങ്കിലും ആ വിപത്ത് ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രാജാവ് മഹർഷിയുമായി ആ കുന്നിൽ എത്തി. കുതിരയെ കുന്നിൻ താഴെ ഉപേക്ഷിച്ച് കാൽനടയായി മല കയറാൻ തുടങ്ങി. മലമുകളിലേക്കുള്ള വഴി വളരെ ദുഷ്കരമായിരുന്നു. പക്ഷെ അദ്ദേഹം ബുദ്ധിമുട്ട് കാര്യമാക്കിയില്ല. നടക്കുന്നതിൽ അവർ മലമുകളിലെത്തി. അവർ എത്തിയ ഉടനെ ഭൂതം പറഞ്ഞു, കുട്ടികളുടെ മോചനത്തിൻ്റെ അവസ്ഥ അവർ അറിഞ്ഞോ ഇല്ലയോ എന്ന്. എല്ലാം അറിഞ്ഞിട്ടേ ഇവിടെ വന്നിട്ടുള്ളൂ എന്ന് രാജാവ് മറുപടി പറഞ്ഞു. കുട്ടികളെ മോചിപ്പിക്കാൻ അദ്ദേഹം അസുരന്മാരോട് ആവശ്യപ്പെട്ടു. ഒരു ഭൂതം കുട്ടികളെ തൻ്റെ കൈകളിൽ പിടിച്ചു പറഞ്ഞ് അവരെ സുരക്ഷിതമായി താഴേക്കിറക്കി. മറ്റൊരു അസുരൻ അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് കാളിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്തിലെത്തി യാഗം നടത്തി. വിക്രമാദിത്യൻ യാഗത്തിൽ തല കുനിച്ചു. അവർ ഒട്ടും കുലുങ്ങിയില്ല. മനസ്സിലെ അവസാന നിമിഷം ഓർത്ത് അവർ ദൈവത്തെ ഓർത്തു. കത്തിയെടുത്ത് തല വേർപെടുത്താൻ അസുരൻ സമ്മതിച്ചു. പെട്ടെന്ന് അസുരൻ കത്തി എറിഞ്ഞ് വിക്രമനെ ആലിംഗനം ചെയ്തു. ആ സ്ഥലം
കത്തിയെടുത്ത് തല വേർപ്പെടുത്താൻ അസുരൻ സമ്മതിച്ചു. പെട്ടെന്ന് അസുരൻ കത്തിയെറിഞ്ഞ് വിക്രമിനെ ആലിംഗനം ചെയ്തു. ആ സ്ഥലം പെട്ടെന്ന് അത്ഭുതകരമായ ഒരു വെളിച്ചം സുഗന്ധവും നിറഞ്ഞു. രണ്ട് അസുരന്മാർക്കും പകരം ഇന്ദ്രനും വായുദേവനും നിൽക്കുന്നതായി വിക്രം കണ്ടു. വിക്രമാദിത്യ രാജാവിനെ പരീക്ഷിക്കാനാണ് ഇരുവരും ഇതെല്ലാം ചെയ്തത് എന്ന് വിക്രമാദിത്യ രാജാവിന് മനസ്സിലായി. വിക്രമിന് ലൗകികമായ കാര്യങ്ങൾ മാത്രമേ ദാനം ചെയ്യാൻ കഴിയൂ, അതോ ജീവൻ ത്യജിക്കാനുള്ള കഴിവുണ്ടോ എന്നറിയാൻ അവർ ആഗ്രഹിച്ചു. താൻ യജ്ഞം നടത്തുന്നത് കണ്ടപ്പോൾ തൻ്റെ മനസ്സിൽ ഈ പരീക്ഷയുടെ അനുഭൂതി ജനിച്ചുവെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. വിക്രമിനെ ജയിപ്പിക്കാൻ അദ്ദേഹം അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നൂറ്റാണ്ടുകളോളം വ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് മധുമാലതി നിശബ്ദയായി. അടുത്ത ദിവസം എന്തായിരിക്കും നടന്നത് എന്നുള്ളത് നമുക്ക് നാളെ അടുത്ത ലക്കത്തിൽ കാണാം. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.